ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയാണ്. ഷെന്നു, എന്ത് പണി കിച്ചല്ലേ? ഇത്ര നേരത്തെ? പിന്നെ ഞങ്ങളിപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ കിച്ചണിൽ പുതിയൊരു വിൻഡോ വെച്ച്, ഇതാണ് ആ വിൻഡോ. ഇവിടെയൊക്കെ ശീല കൊണ്ട് നനച്ചിട്ടാണ് കേട്ടോ. ആദ്യത്തെ വിൻഡോ ചെതല് പിടിച്ച് പോയി. ഇപ്പോൾ പുതിയൊരു വിൻഡോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ തേച്ച് വരാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. വിൻഡോ ഇതാണ് കേട്ടോ, പുതിയ വിൻഡോ ആണ്. ആ വിൻഡോ ആണ് നമ്മൾ മാറ്റി വെച്ചത് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് വന്നു ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് രാവിലെ എണീറ്റ് വന്നാൽ ചായ മസ്റ്റാണ്. അത് എനിക്ക് കുടിച്ചാലാണ് ഒന്ന് ഉഷാറാവുള്ളൂ. എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ ഷെന്നുമോൾക്ക് പാലൊഴിച്ച ചായയാണ് രാവിലെ തന്നെ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് അങ്ങനെ പാലൊഴിച്ച ചായ ഉണ്ടാക്കി. പിന്നെ വർക്കൊക്കെ ചെയ്യാനുണ്ടെന്ന്, അപ്പോൾ ചെറുതായിട്ട് മടിയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ ഈ ഡ്യൂട്ടീൻ്റെ സമയത്താണ് കേട്ടോ ഞാൻ ഇവിടെ കിച്ചണിൽ ഇരുത്തി വർക്കൊക്കെ ചെയ്യിപ്പിക്കൽ. കാരണം ഇവളൊരു ടൈമിന് ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവളെ കിട്ടില്ല, അവളെ ടൈമിന് ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്നെയും കിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ അവളെനിക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അവളപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കും കേട്ടോ വർക്കൊക്കെ ചെയ്യാൻ. ഇപ്പോൾ രാവിലെ എണീറ്റ പാടൊരു കുറുമ്പിലാണ്. അപ്പം എഴുതാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. പെൻസിലൊന്നും പറ്റുന്നില്ല, വേറെ പെൻസിൽ വേണമെന്ന് പറഞ്ഞ് കരയണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി വെക്കാനുണ്ട്, ചിക്കൻ കറി വേണം. പിന്നെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടീസൊക്കെ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ലഞ്ചിനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ്, രാവിലെ തുടങ്ങും കേട്ടോ. ഏകദേശം 8 മണിയാകുമ്പോൾ നമ്മൾ എല്ലാ ഡ്യൂട്ടിയും കിച്ചൻ്റെ എല്ലാ ഡ്യൂട്ടിയും കഴിയും, ചായ കുടിയൊക്കെ കഴിയും. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിൽ പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ പത്തിരി പറഞ്ഞാൽ നമ്മൾ ഇലപ്പത്തിരി ഉണ്ടല്ലോ, ആ ഒരു പത്തിരിയാണ്. ഇത് നമ്മൾ പൊടിയിൽ തട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് നമ്മൾ പ്രസ് ചെയ്യാം. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പൊള്ളിച്ച് വരും കേട്ടോ. അങ്ങനെ ഞാൻ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ചിക്കൻ കറിക്കുള്ള ഐറ്റംസൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഐറ്റംസുകൾ 4 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 3 തക്കാളി എടുത്ത്, 2 പച്ചമുളക്, 1 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയിൽ ഉരുളൻകിഴങ്ങ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. കൂടുതൽ ഇടരുത്, 1-2 ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം, ഒരു ബ്രൗൺ കളർ ആവണത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി വരട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ അടുപ്പിൽ പത്തിരിയൊക്കെ അവിടെ ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് മറിച്ചിടുന്നത് ജസ്റ്റ് ഒന്ന്. അപ്പോൾ 2 മയണൈസ് ചെയ്യാനുള്ളത് ഞാൻ തന്നെയാണ്. അപ്പോൾ 2 ഐറ്റംസ് ഞാൻ തന്നെ നോക്കണം. അപ്പോൾ ഈ പണീൻ്റെ ഇടയിലായിട്ട് ഷെന്നുമോൾ ഇന്നിട്ട് കളിക്കാൻ വരും കേട്ടോ. ഇടയ്ക്ക് ഞാൻ അവളുടെ ഇത് കളിക്കാനുള്ളൊരു ടൈമും കൂടി കണ്ടെത്തണം. വർക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്തൊക്കെയോ ഒരു കോമഡി അടിക്കുന്നുണ്ട്. തലമ്മ എന്താണ്? ബട്ടർഫ്ലൈ എങ്ങനെ വന്നു? ഷെന്നുവിൻ്റെ മുടിയൊക്കെ വെട്ടാനുണ്ടല്ലേ, ഇന്ന് വെട്ടാൻ പോകണം കേട്ടോ. എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം. സെറ്റ്. അങ്ങനെ ഷെന്നുമോൾ ഞാൻ കിച്ചണിലാകുമ്പോൾ അധികം സംസാരിക്കാൻ വരില്ലാണ് കേട്ടോ. അപ്പോൾ ഞാനും അവളായിട്ട് ഇങ്ങനെ സംസാരിച്ച് ജോലി ചെയ്യുന്നത് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു രസമാണ് അത് ഒരു കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തക്കാളി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 തക്കാളി എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ചൂടിനിടയിൽ നമുക്ക് ഷെന്നുമോൾ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സമയം പോകുന്നത് അറിയില്ല, നമ്മളെ പണി കണ്ട് ഭാരമായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ അത്യാവശ്യം നമ്മൾ ആളുകളുണ്ടായതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ സാധനം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു അപ്പം ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ഒരു അപ്പത്തിന് നമ്മൾ അങ്ങനെ പൊടിയിൽ തട്ടിയിട്ട് എടുക്കുകയൊന്നും വേണ്ട, നേരിട്ട് നമ്മൾ പ്രസ് ചെയ്യുക, നോൺ സ്റ്റിക്കിൽ ചട്ടിയിലിട്ട് കൊടുക്കുക.
പിന്നെ ഇതിൽ ഞാൻ തേങ്ങ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് തേങ്ങ ഇട്ടിട്ടില്ല. തേങ്ങയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഫ്ലേവറും കൂടി ഇതിൽ വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇത്. പിന്നെ ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയും കൂടി വേണം കേട്ടോ. അതാണ് ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പക്ക ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ കറി ഇത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മസാല ഐറ്റംസൊക്കെ ഇടാനുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ലഞ്ചിൻ്റെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. പയറിതാ വറവിട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്ക് മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അതിലാണ് മുളക് ഇട്ടുള്ളത്. അപ്പോൾ മുളകൊക്കെ ഇട്ട് നമ്മൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ നമ്മൾ എൻ്റെ കൂടെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാറ്. അപ്പോൾ അവൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഐറ്റംസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇട്ടതൊക്കെ എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ മസാലപ്പൊടി 2 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗരം മസാല ഇവിടെ ഉപ്പ ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന കേട്ടോ. ഉപ്പ ഷെഫാണ്. അപ്പോൾ ഉപ്പ അവിടെ നിന്ന് പൊടിച്ചിട്ടുണ്ടാക്കിയൊരു മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കറിയിലിട്ടാൽ. ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ അത് അപ്പം ചുട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള അപ്പം കൂടി ഇതാ ഞാനതിനെ മറിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള എല്ലാ മസാലകളും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ അപ്പം കണ്ടോ പൊള്ളിച്ച് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന കറിക്ക് ഒരു പൊടിക്കൈ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ഇത്തിരി നമ്മുടെ മല്ലിച്ചപ്പ്, അതുപോലെ കരിവേപ്പിൻ ഇല, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കറി മസാലയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളർ വരെ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കറീൻ്റെ ലാസ്റ്റാണ് ഇടാറ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എരിവ് അധികം ആവില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇനി ചിക്കൻ ഇതിലേക്ക് ഇടാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ മസാല ഐറ്റംസ്, കറീൻ്റെ മസാല ഐറ്റംസൊക്കെ ചിക്കനിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കൊടുക്കുക കേട്ടോ. ഇതിൽ മെയിനായിട്ട് എത്രത്തോളം കണ്ട് വഴറ്റുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മളെ മസാല അത്രത്തോളം നല്ല ടേസ്റ്റുള്ള മസാലയാണ്. അപ്പോൾ അതും നമ്മൾ ചിക്കനിലേക്കും കൂടി ആ ഫ്ലേവർ ഇറങ്ങി വരണം. അപ്പോഴാണ് നമ്മളെ കറീൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പക്ക ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലായി പോകരുത്. ആ ചിക്കൻ്റെ ഒരു ലെവലനുസരിച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ അങ്ങനെ അത് സെറ്റാവട്ടെ. ഇനി കുറച്ചും കൂടി അപ്പം ചുട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി അപ്പം കൂടി ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പങ്ങളെല്ലാം ചുട്ട് കഴിഞ്ഞു. ഇവിടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ചിക്കൻ കറീൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് സ്പെഷ്യലായിട്ടൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയതാണ് ഈ ചിക്കൻ കറീൻ്റെ മസാല ഐറ്റംസ്, കറി വെക്കുന്ന ഐറ്റംസൊക്കെ. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ കറിയിൽ ഒന്ന് നമുക്ക് വറവിടണം. അപ്പോൾ ഉള്ളിയും കരിവേപ്പിൻ ഇലയും ചേർത്തുങ്ങാണ്ട് നമ്മളിതാ ആ ഒരു ഫ്ലേവറും കൂടി ഇതിലടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇത്തിരി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല, മസാല ആയിട്ട് തന്നെ ഞാൻ കൂട്ടുന്നത്. അതപ്പോഴത്തേക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, ചിലവർക്ക് ഇവിടെ ഫ്ലേവർ ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ടൈം 8:30 ആയിട്ടോ. അപ്പോൾ നമ്മൾ ചായ അടിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കറി ഈ പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉപ്പാക്കും ഉമ്മക്കും ഷുഗർ ഉണ്ടായതുകൊണ്ട് മധുരമില്ലാത്ത ചായ വേണം, പിന്നെ മധുരം ഇട്ടതും വേണം കേട്ടോ ഞങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ ചായ കുടിക്കാൻ വേണ്ടി ഇതാ മേശപ്പുറത്ത് അപ്പം കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവർക്കും പ്ലേറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഉപ്പാനും ഉമ്മാനും പോയിട്ട് ഞാൻ വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കൽ കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രം ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഈവനിങ്ങിന് ഇന്ന് കുട്ടികളായിട്ടൊന്ന് കറങ്ങാൻ പോവുക കേട്ടോ. സ്കൂളൊന്നുമില്ല, അപ്പോൾ അവരായിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് സ്കൂളിൽ ഇപ്പോൾ ലീവാണ് കേട്ടോ. ഒരു സ്കൂളിൽ ശാസ്ത്രമേളൊക്കെ നടക്കുന്നുണ്ട്. ഒരു 1 വീക്ക് അവർക്ക് സ്കൂൾ തന്നെ ഇല്ലായിരുന്നു. പിന്നെ ശനി ഞായറൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരാഴ്ച ഇപ്പോൾ സ്കൂളില്ലാതെ പോയി. അപ്പോൾ കുട്ടികളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകലും പിന്നെ ഞങ്ങൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിലൊക്കെ ഞാൻ പറയുന്നുണ്ട് വീടിൻ്റെ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾസൊക്കെ ഇതാ വണ്ടിയിലുണ്ട്. ഇതാ ഷെനുമോൾ ഭയങ്കര ചെറിയനോള് ഹാപ്പിയാണ് കേട്ടോ. എന്താണ് ഇന്ന് കഴിക്കുന്നതെന്നൊന്നും അവൾക്കറിയില്ല. അവൾ സർപ്രൈസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പാർക്കിൽ പോകണം, നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർക്കിൽ പോകാൻ ഇന്ന് പറ്റും തോന്നുന്നില്ല. നല്ല മഴയുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുമ്പോഴൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പെരുമഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഭയങ്കര മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ പോകുമ്പോൾ ഞാൻ ഇക്കൻ്റെ പേരൊക്കെ പറഞ്ഞല്ലോ, ജംഷിയൊക്കെ എന്നാണ് വിളിക്കലെന്ന്. ഇക്കൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ജംഷീർ എന്നാണ് പേര്. ജംഷിയാക്ക എന്നാണ് വിളിക്കല്. അതിൽ ഞാൻ എൻ്റെ ജംഷിയാക്ക എന്ന് അങ്ങനെയല്ല കേട്ടോ വിളിക്കുക. അത് ഞാൻ എൻ്റെതെന്ന് ഉദ്ദേശിച്ച് നമ്മളത്രയും അവരോട് കടപ്പെട്ട് ഇരിക്കുന്ന ഒരു ഭാര്യമാരാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിലൂടെ പറഞ്ഞു പോയതാണ്. അപ്പോൾ പേരൊക്കെ വിളിക്കൽ ജംഷിയാക്ക എന്നാണ്, ജംഷീർ എന്നാണ് പേര്. ഫസ്റ്റ് വന്നിട്ടിപ്പോൾ 1 മന്ത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ കുറേ പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിലൊക്കെ ആയിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന പാർലറിൻ്റെ പേര് ഷെഫ് സ്റ്റോറി എന്നാണ്. AK മാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഒരു കുൾബാർ വരുന്നത്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയിട്ട് അതിൻ്റെ ഫുഡും വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പോയി കഴിക്കാറുണ്ട്. ഞാൻ അവിടുത്തെ ഒരു ഫാനായിരിക്കും ശരിക്കും പറയണമെങ്കിൽ. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റർ മക്കളെ വീട്ടിലൊക്കെ ഞാൻ പോകലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് എത്താൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ആളുണ്ട്, ഈവനിങ് ആയതുകൊണ്ട്. അപ്പോൾ ഷെനുമോളും പൊന്നുമോളും എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ലോഡർ ഫേസ് എത്തി. ഞങ്ങൾ ലോഡർ ഫേസും ലൈമും അതുപോലെ കുട്ടികൾക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇതാണ് ക്യാരറ്റ് പോള കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങളതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അവിടെ നല്ല ആളുണ്ടായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഇവനിങ്ങനെ ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മൾ ഷെഫ് സ്റ്റോറിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ AK മാളിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറി ഐറ്റംസൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ എടുത്തിട്ടോ, മക്കൾസിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് നാവൽ പഴം കേട്ടോ. നിങ്ങൾ നാട്ടിലെന്ത് പറയുമെന്ന് എനിക്കറിയില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. പിന്നെ കിവിയും മാംഗോയും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് നമ്മൾ അങ്ങനെ പൊരിക്കുന്ന ഐറ്റംസ്, ചിക്കൻ്റെ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചു. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡ്രീം കേക്കൊക്കെ വാങ്ങിച്ചിട്ടോ. എനിക്ക് ഡ്രീം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കഴിച്ചാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ആയെന്ന് മാറില്ല. അത് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഡ്രീം കേക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ക്യാപ്സിക്കൊക്കെ വാങ്ങിച്ചു. നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡും ഗ്രീനും യെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു ക്യാപ്സിക്കം. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഡ്രീം കേക്കും നമ്മൾ ഇവിടുന്ന് എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് നട്ട്സ് ഐറ്റംസും കൂടി വാങ്ങിച്ചിട്ടോ. ഞാനിവിടെ മാളിൽ വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് നട്ട്സും ന്യൂട്ടലി അതുപോലെ നമ്മൾ പീനട്ട് ബട്ടറൊക്കെ വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും ഞാനത് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ ഇത്തയുടെ മോള് വന്നിരുന്നു. പിന്നെ കുട്ടികളായിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നമ്മൾ ഗെയിംസൊക്കെ ആയിട്ട് കുറച്ച് ചില്ല് ചെയ്തു, ഷോപ്പിലൊക്കെ കയറി. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, അത് നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.